ഇറാനിൽ വലിയ ആക്രമണം നടത്തി IDF എന്നതിന്റെ വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രസിഡൻഷ്യൽ ഓഫീസിലും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഓഫീസിലേക്കും വലിയ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതാണ്. സൈനിക പരിശീലന കേന്ദ്രവും ആക്രമിച്ചു എന്ന് IDF അറിയിച്ചിരിക്കുകയാണ്. അതിനിടെയാണ് നേരത്തെ ഇസ്രായേലിന്റെ ഒരു ഡ്രോൺ തകർക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ വാർത്താ ഏജൻസി പുറത്തുവിടുകയും ചെയ്തത്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. സുഹൈൽ മുഹമ്മദിലേക്ക് ഒരിക്കൽ കൂടി. സുഹൈൽ, ഇന്നിപ്പോൾ മാർക്കോ റൂബിയോയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രതികരണം, അതൊരു വിചിത്രമായ വിശദീകരണമായി തോന്നി. എന്താണ് ഈ ആക്രമണത്തിനുള്ള കാരണം എന്ന ചോദ്യത്തിന് അതിൽ അദ്ദേഹം കോൺഗ്രസിൽ നൽകിയ വിശദീകരണം ഒരു നിലയ്ക്കും അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല എന്നതാണ്. രൂക്ഷ വിമർശനം അതിൽ പിന്നീട് ഉയരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ആരാണ് അമേരിക്കയുടെ വിദേശ നയം തീരുമാനിക്കുന്നത്? അത് ഇസ്രയേൽ തീരുമാനിക്കുന്നത് പ്രകാരമാണോ എന്ന ചോദ്യം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട നയമൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഇസ്രയേൽ ആക്രമിക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ തിരിച്ചടി നമ്മൾക്കുണ്ടാകും, അപ്പോൾ അതുകൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഇതാരാണ് ഇതിന് പിന്നിൽ എന്ന ചോദ്യം. ഇസ്രയേലാണോ അമേരിക്കയുടെ നയം തീരുമാനിക്കുന്നത് എന്ന ചോദ്യം. അങ്ങനെ വലിയ വിമർശനത്തിന് അമേരിക്കയിൽ തന്നെ വഴിവെച്ചിരിക്കുന്നു. ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വിമർശനം ഉയർന്നുണ്ടല്ലോ. തീർച്ചയായും അനുജ, 9 കോടി ജനങ്ങളുള്ള വലുപ്പത്തിന്റെ കാര്യത്തിൽ 15ാം നിൽക്കുന്ന ഇറാൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറി ആക്രമണം നടത്തിയിട്ട് എന്തിന് നിങ്ങൾ ആക്രമിച്ചു എന്ന ചോദ്യത്തിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ഉത്തരവും സ്റ്റേറ്റ് സെക്രട്ടറിക്ക് മറ്റൊരു ഉത്തരം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അതിൽ ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാൻ ഒരു അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ആക്രമിച്ചതെന്ന്. അതേസമയം ആ ഒരു മറുപടി പറഞ്ഞ് ജനങ്ങൾ അഭിസംബോധന ചെയ്ത ഡൊണാൾഡ് ട്രംപിന്റെ ആ പ്രതികരണം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയും മുമ്പ് മാർക്ക് റൂബി പറഞ്ഞത് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ അമേരിക്ക ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ കട്ടായി നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇസ്രായേൽ പറഞ്ഞതനുസരിച്ചാണ് അമേരിക്ക പ്രവർത്തിച്ചതെന്നാണ്. പൊതുവെ നമ്മൾ പറയാറ് ഇസ്രായേൽ അമേരിക്കയുടെ ക്ലൈന്റ് രാഷ്ട്രമാണ്. അതായത് അമേരിക്കയ്ക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രഷർ ഉണ്ടാക്കണമെങ്കിൽ പ്രൈമറി പ്രഷർ ഉണ്ടാക്കുന്ന ഇടമായിട്ടാണ് ഇസ്രായേലിനെ കണക്കാക്കാറ്. ഇസ്രായേൽ അമേരിക്കയുടെ ക്ലൈന്റ് രാഷ്ട്രമെന്ന് പറയുന്നിടത്ത് നിന്ന് അമേരിക്ക ഇസ്രായേലിന്റെ ക്ലൈന്റ് രാഷ്ട്രമായോ എന്ന് സംശയം ജനിപ്പിക്കുന്ന വാർത്തകൾ കൂടിയാണ് മാർക്ക് റൂബിയോയുടെ വാക്കുകൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്തിന് യുദ്ധം തുടങ്ങി എന്ന ചോദ്യത്തിന് 2 ഉത്തരങ്ങൾ അതിൽ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ മാർക്ക് റൂബി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആക്രമിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 48 വർഷമായി അമേരിക്കയുടെ എക്കണോമിക് സാങ്ഷനുള്ള രാഷ്ട്രമാണ് ഇറാൻ. ഈ സാങ്ഷനൊക്കെ മാറി ഒരു ചർച്ചയുടെ മുമ്പിലേക്ക് ഇറാനും അമേരിക്കയും എത്തുന്നത് ഫെബ്രുവരിയിലാണ്. ഇറാനാണ് ഒമാന്റെ മധ്യസ്ഥയിൽ ആദ്യമായ ഒരു ചർച്ച ആണവനിരായുധനുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്നത്. ഇങ്ങനൊരു ചർച്ച തുടങ്ങി, അത് ശുഭകരമായ വാർത്തകൾ വരുന്നു, പ്രോഗ്രസ് ഉണ്ടാകുന്ന വാർത്തകൾ വരുന്നു. അങ്ങനെ ചർച്ചകളിലൂടെ അമേരിക്കയും ഇറാനും കൂടി ഒരു കോംപ്രമൈസിലേക്ക് എത്തിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആ മേഖലയിൽ തന്നെയുള്ള ഇസ്രായേലിനെയാണ്. ഇസ്രായേലിന്റെ അതിശക്തത്തെ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഇറാൻ അമേരിക്കയുമായി പ്രശ്നങ്ങൾ തീർന്നാൽ അത് പിന്നെ ഇസ്രായേലിൽ പറയുന്ന പോലെ ഇസ്രായേലിന്റെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ അവിടെ നടക്കുകയില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 6 അമേരിക്കയും ഇറാനും തമ്മിൽ ന്യൂക്ലിയർ ഡിസാമുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ ഓടിക്കിതച്ച് ഫെബ്രുവരി 11 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ച സ്വാഭാവികമായും ചർച്ചയിലൂടെ സമാധാനത്തിലേക്ക് എത്തരുത് എന്ന് പറയാൻ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും. കാരണം 4മതൊരു ചർച്ച കൂടി ബാക്കി നിൽക്കെ ഈ പറയുന്ന ആണവനിരായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പതിയെ പരിഹരിക്കുന്നതിനിടെ ഒരു ചർച്ചയോ ഒരു കൺക്ലൂഷൻ എത്തുന്നതിന് മുമ്പിൽ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശരിയായ അർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം ഈ പറഞ്ഞതുപോലെ സമാധാനമല്ല എന്നതിന് വ്യക്തമാക്കേണ്ടി വരും. അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി ഇറാനെ ആക്രമിച്ചു എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇനി യുദ്ധം തുടങ്ങി, എന്ത് തന്നെയായാലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെ അവസാനിപ്പിക്കുന്ന ചോദ്യത്തിന് എവിടെ നിന്നും ഉത്തരങ്ങളില്ല. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അത് അവസാനിപ്പിക്കാൻ വലിയ പ്രതിസന്ധിയാണെന്ന പൊതുതത്വത്തിൽ തന്നെ അധിഷ്ഠിതമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവസാനിപ്പിക്കണമെങ്കിൽ യുദ്ധം തുടങ്ങിയവർ നിർത്തണം. യുദ്ധം തുടങ്ങിയ അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഈ അടുത്തൊന്നും അവസാനിപ്പിക്കുന്ന രീതിയിൽ 4 ആഴ്ച വരെ തുടരും. വേണ്ടി വന്നാൽ 4 ആഴ്ച കൊണ്ടും പരമപ്രധാനമായ റെജിം ചേഞ്ച് എന്ന ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് തുടരാനുമുള്ള മിലിറ്ററി കപ്പാസിറ്റിയുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് തുറന്നു പറയുമ്പോൾ യുദ്ധം ഇനി നീളുമെന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. അതേസമയം ഒരുവിധ സന്ധി ചർച്ചയ്ക്കും തയ്യാറല്ല, അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ പറയുമ്പോൾ ഈ പറയുന്ന ആക്രമണം ഏൽക്കപ്പെടുന്ന അല്ലെങ്കിൽ ആദ്യം പ്രഹരമേറ്റ ഇറാനും പിൻവാങ്ങുന്നില്ലെങ്കിൽ അഫക്റ്റഡ് പാർട്ടിയും ഈ പറയുന്ന അറ്റാക്കിംഗ് പാർട്ടിയും ഒരു സമാധാനത്തിന്റെ പാതകൾ തുറക്കുന്നില്ലെങ്കിൽ യുദ്ധം തുടരാൻ തന്നെയാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് സമാധാനത്തിന്റെ കോളുകളില്ല. ഇനി സമാധാനത്തിന് ശ്രമങ്ങൾ വേണമെങ്കിൽ അതൊരു ആഗോള പ്രതിസന്ധി സൃഷ്ടിക്കണം. ആഗോള പ്രതിസന്ധി എന്നാൽ നിലവിൽ നമ്മൾക്കറിയുന്ന പോലെ തന്നെ എല്ലാ രാജ്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആയ ഒരു ഗ്ലോബലൈസ്ഡ് ലോകത്താണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് ആഗോള പ്രതിസന്ധി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന്റെ ആദ്യഘട്ടമെന്നോണം ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കുകയാണ്. കടലിടുക്ക് അടക്കാൻ പോവുകയാണ്. 30-31 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ഒരു ബോട്ടിൽ നെക്ക് രൂപത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ലോക സാമ്പത്തികത്തെ സംബന്ധിച്ചിടത്തോളം ലോക ചരക്ക് ഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം
നിർണായകമായ പോയിന്റാണ്. ആ പോയിന്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് പ്രധാനമായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എണ്ണയടക്കം വാങ്ങുന്നത്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എത്തുന്ന എണ്ണയും നാച്ചുറൽ ഗ്യാസും ഒക്കെ ഇന്ത്യക്കും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും തുർക്കിക്കും അതേപോലെ സൗത്ത് കൊറിയയ്ക്കും അതേപോലെ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള ഒരു ഇന്ധന ക്ഷാമത്തിലേക്ക് കാര്യങ്ങൾ നീക്കും. ഈ മനുഷ്യന് വെള്ളവും ഭക്ഷണം എന്ന് കണക്കെ രാജ്യങ്ങൾക്ക് അവരുടെ അഭിവൃദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ധനമാണ്. ഇന്ധനമില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാകും. നിലവിൽ തന്നെ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 10% മേലോട്ട് ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നു. അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ നാച്ചുറൽ ഗ്യാസിന്റെ വില ഈ ഇറാനിൽ നിന്ന് തുടർന്നുള്ള ആക്രമണങ്ങളെ തുടർന്ന് ഖത്തർ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നിർത്തിയിരുന്നു. ഇതിന് പിന്നാലെ 40% വില ഉയർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഓരോ വ്യക്തിയുടെയും ഗാർഹിക ഉപഭോഗത്തിനുള്ള ഗ്യാസിന് പോലും വില കൂടും. അതിനും അപ്പുറത്തേക്ക് നമ്മൾക്കറിയുന്ന പോലെ തന്നെ പല പ്രൊജക്ടുകളും ഇലക്ട്രിക് പ്രൊജക്ടുകളും അവിടെ ബാക്കപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസ് ആണ്. അത് ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് ഇന്ധന പ്രതിസന്ധിയിലേക്ക് ലോകത്തെ തള്ളിവിടും. അപ്പോൾ ഒരു പ്രഷർ അമേരിക്കയിലേക്ക് ചെലുത്താൻ മറ്റ് ആഗോള രാഷ്ട്രങ്ങൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടി ആ കണക്കുകൂട്ടലിൽ കൂടി തന്നെയാണ് ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഹോർമുസ് കടലിടുക്കിൽ അടക്കാൻ നോക്കുന്നത്. അതേപോലെ തന്നെ മധ്യപൂർവേഷ്യകളിലെ മിലിറ്ററി ക്യാമ്പുകൾ എന്ന പേരിൽ അവിടെയുള്ള നിർണായക സെന്ററുകളിലടക്കം ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി അവരെ ഭയപ്പെടുത്താൻ നോക്കുന്നത്. അനുജ, ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുന്നു. സൈനിക കേന്ദ്രത്തിന് നേരെ വലിയ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന വാർത്ത വരുമ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ ചില വിവരങ്ങൾ കൂടി പുറത്തു വിടുന്നുണ്ട്. അത് ഇറാനിയൻ മിസൈൽ സെൻട്രൽ ഇസ്രായേൽ മധ്യ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം. ഇറാൻ അത്തരത്തിലേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു ഇസ്രായേലിന് നേരെ എന്നതിന്റെ വിശദാംശങ്ങൾ കൂടി ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. സരുൺ എ ജോസ് തുടരുന്നുണ്ട്. സരുൺ, ആ തരത്തിലേക്ക് ഇറാന്റെ ആക്രമണം തുടരുന്നു. ഇസ്രായേലിന് നേരെ മധ്യ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന വിവരമാണിപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇറാന് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. അത് ആ തരത്തിലേക്ക് വലിയ ആക്രമണങ്ങൾ, രൂക്ഷമായ ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്നതിന്റെ സൂചന തന്നെയാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ഇറാൻ പറയുന്നത് ഒരു ചർച്ചയ്ക്കുമില്ല, തങ്ങളുടെ പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇനിയുമുണ്ട് ഇറാന്റെ പക്കൽ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ. അതൊക്കെ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും ഒരാശങ്കയുടെ ദിനങ്ങൾ വരുന്നു എന്നത് തന്നെയാണോ ഇനിയും നമ്മൾ കണക്കാക്കേണ്ടത്? അനുജ, ഇറാനിലെ ഭരണ നേതൃത്വത്തിലെ ഉന്നതരെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നത്. ഇക്കാര്യമാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അത് ഇറാന്റെ പ്രസിഡന്റിനെ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അതിന്റെ മേധാവിയാണ് അലി ലാരിജാനി. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ കേന്ദ്രീകരിച്ചുമാണ് അല്പം മുമ്പ് ഇസ്രായേൽ ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. പാസ്റ്റർ സ്ട്രീറ്റ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ രണ്ട് സുപ്രധാന ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒന്ന് പ്രസിഡന്റിന്റെ ഓഫീസാണ്. മസൂദ് പെസഷ്കിയാൻ അദ്ദേഹം സുപ്രധാന മീറ്റിംഗുകൾ വിളിക്കുന്നത് ഇവിടെയാണ്, പാസ്റ്റർ സ്ട്രീറ്റിലെ അദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട ഓഫീസിലാണ്. അതിനോട് തൊട്ടടുത്ത് ചേർന്നാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ. അതിന്റെ സെക്രട്ടറിയാണ് അലി ലാരിജാൻ. അദ്ദേഹം ഇറാൻ ഭരണത്തിലെ അവസാന വാക്ക് എന്ന് അടക്കം അറിയപ്പെടുന്ന ആളാണ്. ഈ രണ്ട് ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ അല്പസമയം മുമ്പ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ടെഹ്റാനിൽ ഇന്ന് കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇവിടെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം, അതായത് നേതാക്കളെയും ഇറാന്റെ ഭരണ നേതൃത്വത്തിൽപ്പെട്ടവരെയും അതുപോലെ തന്നെ IRGCയുടെ കേന്ദ്രത്തിലടക്കം ഇന്ന് ഇസ്രായേൽ ആക്രമണം നടത്തി. പക്ഷേ ഇപ്പോൾ ഈ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അതുപോലെ തന്നെ സുപ്രീം നാഷണൽ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനിയെയും ലക്ഷ്യമിട്ട് ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നേരത്തെ IRGCയുടെ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി അതിന്റെ തലവൻ അടക്കം വധിക്കാനുള്ള ലക്ഷ്യവുമായിരുന്നു ഇസ്രായേൽ ഇന്ന് നടത്തിയത്. അങ്ങനെ സൈനിക നേതൃത്വത്തിലെ ഉന്നതരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇന്ന് പ്രധാനമായും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.